ോട് അറിയിക്കാനുള്ളത് ഒരു മാസം അവസരം നൽകിയാലും സാധിക്കില്ല. എന്ത് വൽ ഖുർആനിൽ ഹകീം എന്ന ആ ഒരൊറ്റ ആയത്തിനെ പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം അത്രയും വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പാരാവാരമാണിത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ഹൃദയ ഭാഗമുണ്ട്. ജീവനുള്ളതോ ഇല്ലാത്തതോ ചെറുതോ വലുതോ അന്തരമില്ല. ഹബീബിന്റെ പ്രയോഗം സാർവത്രികമായിട്ടാണ്. ഇന്നലി കുല്ലി ശൈഇൻ ഖൽബ, ഈ ഭൂമി ലോകത്തുള്ള അല്ല പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ഹൃദയ ഭാഗമുണ്ട്. ചേതന വസ്തുക്കളിൽ ഹൃദയഭാഗം കണ്ടെത്തിയേക്കാം. അചേതന വസ്തുക്കളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഹൃദയഭാഗം ഏതാണ്? ആ വസ്തുവിൻ്റെ മെയിൻ പാർട്ടിനെയാണ് ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ പ്രയോഗിക്കാറുണ്ട് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത്. മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത്. ഇങ്ങനെ പ്രയോഗിച്ചാൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വളരെ ചെറിയ ബുദ്ധിയുള്ളവന് നിഷ്പ്രയാസം സാധിക്കും. ആ ടൗണിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലത്തെക്കുറിച്ചാണ് അതിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബ് പറഞ്ഞു, എല്ലാറ്റിനുമുണ്ട് അതിൻ്റെതായ ഒരു ഹൃദയഭാഗം. നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൈക്ക്, ഈ കാണുന്ന ഉപകരണങ്ങളുടെ ഒന്നും അലങ്കാരത്തിലല്ല, ഇതിൻ്റെ ഉപയോഗമായ സൗണ്ട്, ശബ്ദം ഘനപ്പിക്കുക എന്നത് ഉണ്ടായിത്തീരുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഹൃദയഭാഗത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. ആംബ്ലി അത് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ അത്രത്തോളമാണ് യഥാർത്ഥത്തിൽ ഈ സംസാരം മെച്ചപ്പെടുന്നത്. എല്ലാ വസ്തുക്കൾക്കും ഒരു മരത്തടി എടുത്തു നോക്കിയാൽ അതിൻ്റെ ഹൃദയഭാഗമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാതൽ. ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ എല്ലാ വസ്തുക്കൾക്കും ഹൃദയഭാഗമുണ്ടെന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, വഖൽബുൽ ഖുർആനി യാസീൻ. ഖുർആനിന്റെ ഹൃദയഭാഗം യാസീൻ എന്ന അധ്യായമാണ് കേട്ടോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ധാരാളം കാരണങ്ങൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ എണ്ണുന്നത് കാണാം. അങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയഭാഗമാണ് യാസീൻ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ആ ഭാഗങ്ങളെല്ലാം ചർച്ചക്കെടുത്ത് സംസാരിക്കുമ്പോഴേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു പോകും. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓതിവെച്ച 5 വചനങ്ങളാണ്. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം നേരത്തെ നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ ഖുർആൻ സാക്ഷി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഖുർആനിനെ സാക്ഷിയാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നു, അങ്ങ് മുർസലുകളിൽപ്പെട്ടയാളു തന്നെയാണ്. അതാര് സംശയിപ്പിച്ചാലും ആരിളക്കിയാലും ആ ഒരു സത്യത്തെ തകർക്കാൻ ലോകത്തൊരു കുട്ടിക്കും സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ആ പറഞ്ഞ വിഷയത്തിലൊക്കെയുള്ള യുക്തിഭദ്രത എന്താണെന്ന് നമ്മൾ പറയും. അതിന്റെ മുമ്പ് ഖുർആൻ
യാസീൻ സൂറ ഖുർആനിന്റെ ഹൃദയഭാഗമാണെന്ന് പറഞ്ഞത് ഖുർആനിന്റെ ആകത്തുക 3 ചർച്ചകളിൽ ഒതുങ്ങിക്കിടക്കുകയാണ്. ഖുർആനിനിവിടെ സംസാരിക്കാനുള്ളത് 3 വിഷയങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതേ പറയാനുള്ളൂ. ഖുർആനിലെല്ലാം ഉണ്ട്. കരയും കടലും കാടും മലയും ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് 3 കാര്യങ്ങളിൽ ഒതുക്കിപ്പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ അടിസ്ഥാനപരമായ ചർച്ച 3 തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. 3 ചർച്ചകളാണ് വിശുദ്ധ ഖുർആനിന് പറയാനുള്ളത്. അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ പറ്റുന്ന ആരാധനക്കർഹനായ ഇലാഹ്. അല്ലാഹു മാത്രമേ ഉള്ളൂ. തൗഹീദ്, ആ ഒരു സത്യം മനുഷ്യകുലത്തെ വിളിച്ചറിയിക്കാൻ അല്ലാഹു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു. അതാണ് പ്രവാചകത്വം, റിസാലത്ത്. എന്താണ് അവർ വന്ന് വിളിച്ചു പറയുന്നത്? അല്ലാഹുവിനെ ഏകനാക്കി ഈ ഭൂമി ലോകത്ത് നിങ്ങൾ ആരാധിച്ചെങ്കിൽ മാത്രമേ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഈ ദുനിയാവ് ഇന്നു നാളെ മറ്റന്നാള് കഴിയും. മറ്റൊരു ലോകം വരാനുണ്ട്. പരലോകം പച്ചയായ യാഥാർത്ഥ്യമാണ്, സംഭവിക്കും. ആര് സംഭവിക്കരുതെന്ന് കരുതിയാലും, സംഭവിക്കില്ലെന്ന് കരുതിയാലും, സംഭവിക്കരുതെന്ന് കരുതിയാലും നടക്കേണ്ടത് അതിന്റെ സമയമാകുമ്പോൾ നടന്നു കഴിയും. ഇതാ വഖഅത്തിൽ വാഖിയ. ഖുർആൻ പറഞ്ഞില്ലേ, നടക്കേണ്ടത് നടന്നാൽ, സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ. ആ മഹാസംഭവം നടക്കുന്ന സമയത്ത് ഒരൊറ്റ മെമ്പർ പോലും അതിനെ കളവാക്കുന്നവരുണ്ടാവില്ല. പരലോകത്ത് വെച്ച് എല്ലാവരും അംഗീകരിക്കും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈ ലോകത്ത് വെച്ച് നീ അംഗീകരിക്കണം, പരലോകം എന്ന പച്ചയായ ഒരു ജീവിതം എനിക്ക് വരാനുണ്ട്, അതിനുവേണ്ടി തയ്യാറായിക്കോ. ഇതാണ് ആഖിറത്തിനെ കുറിച്ചുള്ള ചർച്ച ഖുർആനിൽ പരന്നു കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ. തൗഹീദും റിസാലത്തും ആഖിറത്തും മാറി മാറി ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഉടനീളം കാണാൻ കഴിയുന്നത് അതാണ്. എങ്കിൽ അത് തന്നെയാണ് ഈ 3 അച്ചുതണ്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് സൂറത്തു യാസീൻ. പക്ഷേ അവിടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ ചിത്രീകരിക്കുന്നുണ്ട്. നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് തലങ്ങളിലേക്ക് സൂറത്തു യാസീനിലെ പല വചനങ്ങളും കടന്നു വരുന്നുണ്ട്. അതെല്ലാം ഈ 3 സമർത്ഥിക്കാൻ ആവശ്യമായതു മാത്രമാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ 3 കാര്യങ്ങളില് ഈ 3 അച്ചുതണ്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന കാഴ്ച വിശുദ്ധ ഖുർആനിലൂടെ കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷേ ഇന്ന് സൂറത്തു യാസീൻ കഴിഞ്ഞിട്ടേ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂ എന്ന ഒരു വിഷമം നമുക്കുണ്ട്. സൂറത്തു യാസീൻ കഴിഞ്ഞിട്ടേ എങ്ങനെയൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ 3 അച്ചുതണ്ടിൽ കിടന്നിട്ട് കറങ്ങുന്നുണ്ട് എന്നത് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന് പറയാൻ കഴിയൂ. അത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ വിഷയമല്ല. സൂറത്തു യാസീനിനെ ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിക്കാണണം. തുടക്കം തന്നെ വഹയും റിസാലത്തും സമർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നു. അങ്ങനെ ഏകദേശം ആയത്തുകൾ ഇങ്ങോട്ട് പിന്നിടുമ്പോ ഹബീബുൻ നജ്ജാറും തന്റെ നാട്ടുകാരും തമ്മിലുള്ള ചൂടേറിയ ആ വാഗ്വാദത്തിൽ തൗഹീദിന്റെ സത്ത അവിടെ അവതരിപ്പിക്കുകയാണ്. മധ്യഭാഗത്തും തൗഹീദിലേക്ക് തന്നെ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവസാന ഭാഗത്തെത്തുമ്പോഴേക്ക് വീണ്ടും തൗഹീദിലേക്ക് കടന്നു വരുന്ന ശിർക്കിനെ, ബഹുദൈവാരാധനയെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് തൗഹീദിനെ സമർത്ഥിക്കുന്ന ചിത്രമാണ് വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ എന്ന് പറഞ്ഞെടുത്ത് ഏറ്റവും അവസാന ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇതേ രൂപത്തിൽ റിസാലത്ത് തുടക്കം തന്നെ ഇന്നക ലമിനൽ മുർസലീൻ എന്ന ആ പ്രഖ്യാപനത്തോടുകൂടെയാണ്. നബിയെ, നിങ്ങൾ മുർസൽ തന്നെയാണ്. അങ്ങനെ കടന്നു വന്ന് പ്രവാചകത്വം നിഷേധിച്ച കക്ഷികളുടെ ദുരന്ത കഥ വിവരിച്ചുകൊണ്ട് ആ ഹബീബുൻ നജ്ജാറിന്റെ നാട്ടുകാരുടെ കഥയിലൂടെ പ്രവാചകത്വത്തിന് നേരെ കൊഞ്ഞനം കുത്തിയാലുള്ള ദുരവസ്ഥ അള്ളാഹു വിശദീകരിക്കുകയാണ്. വീണ്ടും വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ എന്ന് പറഞ്ഞു വീണ്ടും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തിലേക്ക് സൂചന നൽകുകയാണ്. പിന്നെ ആഖിറത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് പറയാനുമില്ല. ഇത് സൂറത്തു യാസീനിന്റെ പ്രധാന വിഷയമാണ്. ആഖിറം എന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രധാനമായി ഊന്നൽ നൽകി സംസാരിക്കുന്നത് ആഖിറത്തിനെ കുറിച്ചാണ്. തുടക്കത്തിൽ തന്നെ ഏകദേശം ഒരു ഖണ്ഡിക ഇങ്ങോട്ട് പിന്മാറുമ്പോഴേക്ക് മാറുമ്പോഴേക്ക് ഒരഞ്ചാറ് ആയത്തുകൾ ഇങ്ങോട്ട് മാറുമ്പോഴേക്ക് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. മരിച്ചവരെ നാം ഹയാത്താക്കും എന്ന പ്രഖ്യാപനവുമായി തുടങ്ങിയിട്ട് ഹബീബുൻ നജ്ജാറിന്റെ ആ പൊള്ളുന്ന കഥയിലൂടെ ഖീല ദുഖുലിൽ ജന്ന എന്ന് പറഞ്ഞ് വീണ്ടും പരലോകത്തെ വിജയമായ സ്വർഗത്തെക്കുറിച്ചുള്ള ചർച്ച, സ്വർഗ പരാമർശം കടന്നു വരികയാണ്. വീണ്ടും കടന്നു വരുന്നു വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. സർവലോകനാശം എന്ന ഒന്നുണ്ടെങ്കിൽ, അതിനുശേഷം പുനരുത്ഥാനമുണ്ടെങ്കിൽ അത് എപ്പോഴാ എന്ന് ചോദിച്ച് കുതിരയാക്കിക്കൊണ്ടിരുന്ന അവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ്. അതങ്ങോട്ട് കഴിഞ്ഞിട്ട് വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്നതോടുകൂടെ പുനരുത്ഥാനവും തുടർന്ന് രക്ഷാ ശിക്ഷകളെ കുറിച്ചുള്ള ചർച്ച, സ്വർഗവും നരകവും ഒക്കെ കടന്നു വരുന്നു. ഇങ്ങനെ സൂറത്തു യാസീനിൽ മുഴുക്കെ നമുക്കിത് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയം എന്തായാലും ആ വിഷയം നമുക്ക് സൂറത്തു യാസീനിനെ ഒറ്റ നോട്ടത്തിൽ നോക്കാൻ സാധിക്കുന്ന ഒരു സമയത്തെ നമുക്കത് നടത്താൻ കഴിയൂ എന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വിഷയസംബന്ധമായുള്ള ചർച്ചയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങളോട് കടന്നു വരാൻ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഈ തൗഹീദും റിസാലത്തും ആഖിറത്തും സമർത്ഥിക്കുന്നതിനിടയിൽ മനസ്സിനെ തൊട്ടുണർത്തുന്ന കുറെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു. വആയത്തുല്ലഹും 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 എന്ന് പറഞ്ഞ് കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഇതാ കടന്നു വരുന്നു എന്ന് പറയുന്നു. നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ ചൈതന്യത്തിന്റെ തുടിപ്പ്, ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന രാവിന്റെ ശാന്തത, മനുഷ്യകുലത്തെ മൊത്തം കുത്തി നിറച്ച് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ, അതിനെ തുടർന്ന് ലോകത്ത് വരാൻ പോകുന്ന ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളിലുള്ള ആ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പ്രവചനം, ഇതൊക്കെ നമുക്ക് സൂറത്തു യാസീനിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. മാത്രമല്ല സൂര്യൻ, ചന്ദ്രൻ മൈക്രോസ്കോപ്പിലൂടെ മാത്രം ദർശിക്കാനാവുന്ന ഒരു ബീജകണം, മനുഷ്യ നീ ആ ബീജകണമായിരുന്നു എന്ന ഉണർത്തുപാട്ട്. ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോകുകയാണ് യഥാർത്ഥത്തിൽ സൂറത്തു യാസീൻ ചെയ്യുന്നത്.
അത്രയും നിസ്സാരമായ ആ ഒരു ബീജഗണത്തിൽ നിന്ന് ജനിച്ചു വീണ